ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബുക്ക് ഡിസൈൻ ചെയ്യാൻ പോവാണ്. സോ ഇതാണ് ബുക്ക്. ഇതെനിക്ക് എൻ്റെ 7th ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ ചേട്ടൻ തന്നതാണ്. സോ ഇത് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് സ്റ്റിക്കർ, കുറച്ച് സ്റ്റിക്കറും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഫസ്റ്റ് എൻ്റെ അനിയത്തി തന്നതാണ് എനിക്ക്. പിന്നെ ഇത് സെക്കൻഡ് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. പിന്നെ ഒരു മൈ മെലഡി എന്ന് പറഞ്ഞ ടീമിലത്തെ സ്റ്റിക്കറുണ്ട്. ഇത് നമ്മൾ വാങ്ങിയതാ, എൽസ. ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിയതാ. പിന്നെ ഒരു കവായി സ്റ്റിക്കർ വാങ്ങിയായിരുന്നു, ഇന്നലെ വന്നിട്ടുള്ളൂ, കാണിച്ചു തരാം. സോ ഇത് കുറേ 20 ഷീറ്റാണ്, കാണിച്ചു തരാം. സോ ഇത്രയാണ് നമുക്ക് കവായി സ്റ്റിക്കർ കിട്ടി, 20 ഷീറ്റ്. നമുക്ക് തുടങ്ങാം. ഞാൻ പുതിയ പേജ് എടുക്കുവാണ്. ഈ പേജിലാണ് നമ്മൾ ചെയ്യുന്നത്, ഈ മൊത്തം പേജിൽ. തീം ഇസ് മൈ മെലഡിയാണ്. പിന്നെ എനിക്ക് ഇതുമുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എഴുതിയിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാം. സോ ഞാൻ പിങ്കാണ് യൂസ് ചെയ്യുന്നത്. ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ മൈ മെലഡി സ്റ്റിക്കർ നമുക്ക് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് ഈ ജേർണലിങ്ങൊക്കെ ഈ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമാണ്. ഞാൻ മൈ മെലഡി എന്ന് എഴുതിയൊരു സ്റ്റിക്കർ ഒട്ടിക്കുക. കുറേ സ്റ്റിക്കർ ഉണ്ടല്ലോ, നമുക്ക് വേറെ കുറേ സ്റ്റിക്കർ ഉണ്ട്. ഞാൻ ഈ ക്രിസ്മസ് തീമിൽ എനിക്ക് ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ അത് ഒട്ടിക്കുക. എനിക്ക് മര്യാദക്ക് ഡെക്കറേഷൻ എൻ്റെ ഫ്രണ്ട്സിന് അത്ര നല്ല ഞാൻ ചെയ്യില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് യൂസ് ചെയ്യാണ്. ഇത് വേറെ കളറാണ്, ഞാൻ നേരത്തെ യൂസ് ചെയ്തത് ഇതായിരുന്നു. സോ ഇത് വേറെ കളറാണ്, വേറെ. ഞാൻ ഈ സ്റ്റിക്കറിൽ ഞാൻ ഈ സ്ട്രോബെറി ഇട്ടിട്ടുണ്ട്. എന്താ എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. ഇത് ഭയങ്കര സ്ക്വിഷിയാണ്. ചെയ്യാം. ഒരു
പിങ്ക് തീം പോലെ ആണ്. ഞാൻ സോ ഇത് ഒരു പിങ്ക് കളറിലല്ലേ, സോ പിങ്ക് തീം ചെയ്യണം. ഫസ്റ്റ് ചെയ്യണം. ഔട്ട്ലൈനിൽ ഈസിക്കായിരുന്നു കൊടുക്കുകയാണ്. സ്റ്റിക്കറിന് ഔട്ട്ലൈൻ കൊടുക്കാൻ നോക്കി, പക്ഷേ അത് ഇച്ചിരി ബ്ലാക്കായി. ഇത്തിരി കൊട്ടിച്ചിട്ടുണ്ട്. വേറെ കവായി സ്റ്റിക്കറിലുണ്ട്. എല്ലാം നല്ലതാണ്. എനിക്ക് കവായി സ്റ്റിക്കർ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഈ പിങ്ക് കൊട്ടീനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ക്രിസ്മസ് തീം വരുന്നതാണ് ഈ ഞാനിപ്പോൾ ഒട്ടിച്ചത്. ഇത് ഞാൻ ഫൈനലൊക്കെ കാണിക്കാം. അതൊരു ക്രിസ്മസ് തീം വരുന്നത്. നമുക്ക് വേറെ എന്തൊക്കെ തീം ഒട്ടിക്കാം. എനിക്ക് ഇത് ഒട്ടിക്കുന്നുണ്ട്. ഈ ഫ്ലവറിൽ കാണാൻ പറ്റുന്നു, ക്ലിയറായിട്ട് കാണുന്നതാണ്. അത് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഔട്ട്ലൈൻ കൊടുക്കാം. കവായി സ്റ്റിക്കർ ഇച്ചിരി പാടാ. നമുക്ക് എന്തെങ്കിലും എഴുതാം. ഞാനിത് ഈ ഒരു കളർ എടുക്കാം. ഈ ഒരു കളർ സോ ഞാൻ എഴുതി, ഞാൻ സാധനം എഴുതി. ലാസ്റ്റെല്ലാം കാണിച്ചു തരാം. ഇതിപ്പോൾ ഏകദേശം റെഡിയായി. ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. ഞാൻ കാണിച്ചു തരാം. കൊടുക്കാം. ഒരു പിങ്ക് തീം ഇതിലൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സോ എനിക്ക് പിങ്ക് ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണ്, എനിക്കിഷ്ടം. ഞാൻ ഇതെടുക്കാത്ത എനിക്ക് സ്പേസ് അല്ലേ ഇനി ഇവിടെ. ഇവിടെ ചെയ്യാലോ. ആയി. സോ ഞാൻ ഒരു പേജിൽ ചെയ്യുന്നു. ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന അത്ര നല്ല ആക്കാം നോക്കുക.
ഞാൻ ഒരു ഫ്ലവർ വരയ്ക്കാം. ഫ്ലവർ വരച്ച് കഴിഞ്ഞു. ഞാൻ വരച്ച ഫ്ലവർ കുഴപ്പമില്ല. ഇനി ഇവിടെ എന്തോ ഒരു മിസ്സിങ് പോലെ നോക്കാം. എന്തോ ഒരു മിസ്സിങ്. ഞാൻ ഇത് ആഡ് ചെയ്യാവേ. ഞാൻ ഇതാണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യാം. കീറിപ്പോയത് ഞാൻ പറിച്ചൊപ്പിച്ചിട്ട് ഒട്ടിക്കാം. ഒട്ടിച്ചിട്ട് കാണാം. ഞാൻ ഏകദേശം ഇനി എല്ലാം ചെയ്തു നമുക്ക് ഇതൊന്നും ഒട്ടിക്കാവേ. ഇതൊട്ടിക്കുക. ഇത് പിങ്ക് തീമിൽ ചേരുന്നതാണ്. സോ ഞാനിത് ഇവിടെ ഒട്ടിക്കാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തത്. സോ വേറെ എന്തോ ഒരു മിസ്സിങ് പോലെ ഉണ്ട്. ഞാനിത് ഒട്ടിക്കുന്നത് ബിക്കോസ് പിങ്ക് തീമാണെങ്കിലും മെലഡി തീമിൽ പോകത്തില്ലല്ലോ. സോ ഞാൻ ഒട്ടിക്കുന്നത് വേറെന്തെല്ലാം ഒട്ടിക്കുക. നമുക്ക് എന്തെങ്കിലും ഡ്രോ ചെയ്യാം. എനിക്ക് ഒന്നും ഒട്ടിക്കാൻ കിട്ടുന്നില്ല. സോ നമുക്കൊരു കുറച്ച് സ്റ്റാർസ് ചെയ്യാം. സ്റ്റാർസ് ഡ്രോ ചെയ്ത് കാണാം. കഴിഞ്ഞു. ഇതാണ് എൻ്റെ അനിയത്തി. സോ കഴിഞ്ഞു. ഞാൻ സ്റ്റിക്കേഴ്സെല്ലാം കാണിച്ചത്. കുറേ സ്റ്റിക്കേഴ്സ് പോയി. ഞാനിനി വേറെ എന്തോ ഇവിടെ എന്തോ ഒരു മിസ്സിങ് ഭാഗം. സോ ഞാൻ അവിടെ എന്തെങ്കിലും ഡ്രോ ചെയ്യണം. സോ സൗണ്ട് മൈൻഡ് ചെയ്യണ്ട. ഫോർ ദ നോയ്സ്. അത് ഞാൻ സോറി, അത് എൻ്റെ അമ്മ അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കാന്ന്. വീഡിയോ കഴിഞ്ഞെന്നായിരുന്നു. സോറി. ക്രിസ്മസ് തീം. ഇത് ക്രിസ്മസ് തീം. എനിക്ക് എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് ക്രിസ്മസ് തീം ഇത് കൊടുത്തായിരുന്നു. ഈ തീം കൊടുത്തായിരുന്നു. സോ ഈ സെയിം എൻ്റെ അനിയത്തിക്ക് കിട്ടിയപ്പോൾ ഇത് അവളെ എനിക്കൊന്നും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനിയത്തി തന്നതെന്ന് പറയുന്നത്. സോ ഈ തീം എനിക്കും ഉണ്ടായിരുന്നു. ശരിക്കും ഉണ്ടായിരുന്നു. ഞാൻ പുതിയതായിട്ട് വാങ്ങിയപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചില്ല. ഇതിപ്പോൾ ഇതെനിക്കൊരു സെയിം ഉണ്ട്. ആ ക്യൂട്ട് ബെയറൊക്കെ ഉണ്ട്. കുറേ ഇതുണ്ട്. നല്ല രസം. ക്യൂട്ട് ബെയർ ചേച്ചി അത് എടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് തീം. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി നല്ലത് എന്തെങ്കിലും ചെയ്യാൻ. അത് നമ്മൾ എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് ഇവിടെ അൺഫിനിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ്. സോ ഞാനിത് ഇച്ചിരി കൊളായിട്ടുണ്ട്. എനിക്ക് തീരെ ഞാൻ നോക്കട്ടെ. ഇല്ല, എനിക്ക് തീരാറായിട്ടില്ല. ഇത്രയുണ്ട്. അത് ചെറുതായിട്ട് കുലിക്കാനും മതി. സോ നല്ലതായിട്ടുണ്ട്. ഫുഡിൻ്റെ തീമുണ്ട്. ഫുഡിൻ്റെ തീം എനിക്കറിയത്തില്ല. സോ എൻ്റെ ഫൈനൽ ലുക്ക് കാണാം. സോ ഇവിടെ എന്താ നമുക്ക് അവിടെ നമുക്ക് ഒപ്പിക്കാം. സോ ഇതായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടം.
ആൻറ്റി വാങ്ങി തന്നെ. ആൻറ്റി ഞാൻ ചോദിച്ചിട്ട് വാങ്ങി തന്നെ. ഇവിടെ ഒരു സോ നമുക്ക് ഇവിടെ അൺഫിനിഷ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കളർ ഇതുപോലെ പെൻ വെച്ച് ചെയ്യണ്ടല്ലോ. പെൻ വെച്ചിട്ടായിരുന്നല്ല, പെൻ വെച്ചല്ലാതെ ഈ സ്റ്റിക്കേഴ്സ് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു അൺഫിനിഷ്ഡ് നമ്മളിതൊക്കെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് ഹാപ്പി നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞു. നിങ്ങൾ അൺഫിനിഷ്ഡ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഡ്രോ ചെയ്ത് വെക്കാമെന്ന്. അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് ആയിട്ട് എനിക്ക് അത്ര തോന്നില്ല. അവൾ പറഞ്ഞത് ഈ കവായി സ്റ്റിക്കറിൽ ഇത് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതാണ് അവൾ പറഞ്ഞത്. സോ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ഹാപ്പി വെറുതെ നമുക്ക് വേറൊരു സ്റ്റിക്കർ ഒട്ടിക്കാം. നമുക്ക് ഒരു ക്രിസ്മസ് തീം വേണ്ട, നമുക്ക് ഈ ഫുഡിൻ്റെ തീമിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ക്രിസ്മസ് തീം കൊള്ളില്ല. ഞാനൊരു ഇത് എടുക്കാം. ശരിയാ, ഇതാണ് ഞാൻ എടുക്കുന്നത്. So the final look is ready. So final look എനിക്ക് കാണിക്കാം. This is the final look. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലല്ലേ? മൈ മെലഡി എഴുതിയിട്ടുണ്ട്. മൈ മെലഡി ഇട്ടോ? ഞാൻ മൈ മെലഡി ഇട്ടു. എന്നിട്ട് കുറേ നല്ലതായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് നല്ലതായിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി കമൻസിൽ. എനിക്കിഷ്ടപ്പെട്ടു. സോ താങ്ക് യു ഫ്രണ്ട്സ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ ഇനി കുറേ വീഡിയോസ് വരും, കാണണേ. സോ ഞാനിപ്പോൾ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ. എൻ്റെ പട്ടിയുണ്ട് ഇവിടെ. അതിന് കാലിച്ചിരി ഇഞ്ചറായി. എൻ്റെ കാല് ഇഞ്ചറായിട്ടിരിക്കുക. എൻ്റെ ഒരു പട്ടിയുടെ പേര് ബെല്ല. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.